ഓം പരാശരേശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഇടവ ലഗ്നത്തിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ പിറപ്പിന്റെ രഹസ്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഇടവ ലഗ്നം കാലപുരുഷന്റെ രണ്ടാം ഭാവം. ഇടവ ലഗ്നം എന്നത് കാലപുരുഷന്റെ രണ്ടാം ഭാവം, വൃഷഭരാശി. അപ്പോ ഇടവ ലഗ്നത്തില്, അതായത് ഇവിടെ ലാഘടകം, ഇടവ ലഗ്നത്തില് ഒരുവർ ജനിച്ചാൽ, ആണായാലും പെണ്ണായാലും, അവർ എപ്പോഴും ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുകയും പുരുഷനാണെങ്കിൽ ഒരു നല്ല ഭാര്യയോടും മക്കളോടും കൂടി ഒരു ന്യൂക്ലിയസ് ഫാമിലിയിൽ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് ഒരു ഫാമിലി മാനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും. സ്ത്രീയാണെങ്കിൽ അതുപോലെ തന്നെ ഭർത്താവും കുട്ടികളുമായിട്ട് സ്വതന്ത്രമായിട്ട് മറ്റുള്ളവരുടെ ശല്യം ഒന്നുമില്ലാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവരെ കൂടുതൽ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നവരും ജീവിതത്തിന്റെ നിലവാരത്തിൽ ശ്രദ്ധിക്കുന്നവരും, നല്ല വീട്, നല്ല വാഹനം, നല്ല ജോലി, നല്ല വരുമാനം, നല്ല രീതിയിലുള്ള വസ്ത്രധാരണം, നല്ല രീതിയിലുള്ള മറ്റുള്ള ആക്സസറീസ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും കൂടുതൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പണം സമ്പാദിക്കുകയും പണം മുടക്കുകയും ഒക്കെ ചെയ്ത് നല്ല ജീവിതം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം ഇതിന്റെ അധികാരം വരുന്നത് ശുക്രനാണ്. ഇവര് എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്നവരും സൗമ്യമായിട്ട് സംസാരിക്കുന്നവരും, പ്രത്യേകിച്ച് സിനിമാ തുറകളിലും നല്ല മാർക്കറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് മാർക്കറ്റിംഗ്, സെയിൽസ്, ഈവൻ ചില പ്രത്യേക രീതിയിലുള്ള ബിസിനസ്സുകൾ, ഇവയ്ക്കൊക്കെ ഉതകുന്ന തരത്തിലായിരിക്കും ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ. അപ്പൊ ഇവര് പുറത്ത് ഇത്തരത്തിലുള്ള തൊഴിലിന് പോവുകയും അതിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിച്ച് നല്ല രീതിയിൽ ഫാമിലി മാനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുൻ ജന്മത്തില് ഇവര് ഒറ്റപ്പെട്ടുള്ള, ഒതുങ്ങിയുള്ള, ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ജീവിച്ചിട്ടുണ്ടായിരിക്കാം. ഇവര് കൂടുതൽ സമയം ഏതെങ്കിലും ഒരു വിഷയത്തിൽ റിസർച്ച് നടത്തുകയോ പഠനം നടത്തുകയോ ചെയ്യുകയും വളരെയധികം സമയം പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ മുൻജന്മത്തിൽ ഇവർ പല സാധനങ്ങൾ, മാന്ത്രിക താന്ത്രിക സാധനങ്ങളോ ജ്യോതിഷ കാര്യങ്ങളോ സിദ്ധന്മാരുടെ പല ടെക്നിക്കുകളോ ഒക്കെ മുൻജന്മത്തിൽ ഇവര് കൂടുതൽ പഠിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ജീവിത ഉപാധി മാർഗവും ആക്കിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻജന്മത്തിൽ മടുത്ത് മരണത്തോടടുത്ത സമയത്ത് അവർക്ക് ഇനി അടുത്ത ജന്മം ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കി ഒറ്റപ്പെട്ടുള്ള ജീവിതമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല ജന്മം, ഒരു നല്ല ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ജന്മം, അല്ലെങ്കിൽ ഒരു ഫാമിലി വുമൻ ആയിട്ടുള്ള ഒരു ജന്മം കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഇവർക്ക് ഇടവലഗ്നത്തിൽ ജനിക്കാൻ പറ്റുകയും ഇത്തരത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, നല്ല കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായിട്ടും നല്ലവണ്ണം പണിയെടുത്ത് നല്ലവണ്ണം വിദ്യാഭ്യാസം നേടി ജോലി നേടി കുടുംബത്തിന് വേണ്ടി നല്ല സൗകര്യങ്ങളോട് കൂടി ജീവിക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജീവിതം ഈ ജന്മത്തിൽ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വൃഷഭ ലഗ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതെങ്ങനെ സാധിക്കില്ല എന്നുള്ളത് ബാക്കിയുള്ള ലഗ്നാധിപൻ എവിടെ പോയി നിൽക്കുന്നു, ബാക്കിയുള്ള 9 ഗ്രഹങ്ങളുടെയും പൊസിഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. എങ്കിലും ലഗ്നം ഇതാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ പറയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് ഒരു അഭിവാഞ്ച ഉണ്ടാകും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതാണ് നിങ്ങളുടെ പിറപ്പിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. എന്തായാലും മേഷലഗ്നത്തിന്റെ ഫലം അറിയണമെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ കാണുക. ഇപ്പൊ ഞാൻ വൃഷഭ ലഗ്നത്തിന്റെ ഫലം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി തുടർച്ചയായിട്ട് മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, അങ്ങനെ മീനം വരെയുള്ള ലഗ്നഫലങ്ങൾ ഒவ்வொരു വീഡിയോയിലായിട്ടും നമുക്ക് ഓരോരോ ദിവസവും നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ.